വളരെ സാധാരണക്കാരനായി സിനിമ കാണാൻ വരുന്ന സാധാരണ പ്രേക്ഷകരുണ്ടല്ലോ കേരളത്തിലുള്ള, വളരെ അന്നന്നത്തെ അന്നം ഉണ്ടാക്കി ജീവിക്കുന്ന സാധാരണ പ്രേക്ഷകർ, ഇവർക്ക് ഇത്രയും ഒരു ഉയർന്ന തോട്ട് പ്രോസസ്സ് എത്രത്തോളം കണക്റ്റ് ആവുമെന്നുള്ളൊരു ചിന്ത എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇവിടെ വന്നിരിക്കുന്ന ഒരു 100% ആളുകൾ ഫോൺ ഉപയോഗിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കമേഴ്ഷ്യൽ എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ സിനിമയിൽ അതിൻ്റെ ഘടകങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. അതിൻ്റെ കണക്കും ഘടനയും ഒക്കെ മാറിക്കഴിഞ്ഞു. കമേഴ്ഷ്യൽ എലമെൻസിൻ്റെ സ്റ്റാർ വാല്യൂവിൻ്റെയും ഒക്കെ മാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞില്ലേ. അതുകൊണ്ട് അതൊന്നും ഈ സിനിമയെ ബാധിക്കാൻ സാധ്യതയില്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥയും കഥയ്ക്കൊത്ത നടന്മാരുമാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ ഘടകം. സിനിമ രസകരവും വിജ്ഞാനപ്രദവും ചിന്താദീപകവും ഒക്കെ ആകുന്നതാണല്ലോ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് ചിരിച്ചുല്ലസിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ടേക്ക് അവേ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്നെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, എന്നാലും ആഗ്രഹിക്കാറുണ്ട്. അതൊക്കെ എന്തെങ്കിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ വ്യവസായ ഘടനയുടെ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ എലമെൻസിൻ്റെ ഭാഗമാണ്. അത് ഈ സിനിമയിൽ ഉടനീളമുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ അങ്ങനെയുള്ള ഒന്നാണ്. സാറിൻ്റെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും എപ്പോഴും റിയലിസ്റ്റിക് എലമെൻ്റ് ഉണ്ടോ? പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഹുക്കിംഗ് ഉള്ള എല്ലാ എലമെൻസും ചെയ്യുന്നൊരു ആളാണ് താങ്കൾ. അപ്പം പാട്രിയറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരു ഡൗട്ടാണ്, അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ എലമെൻറ്റ്സ് അല്ലാതെ ഒരു നോർമൽ ഓഡിയൻസിനെ ഇമോഷണലി ഹുക്ക് ചെയ്യാനുള്ള എന്ത് എലമെൻ്റ് ആയിരുന്നു പാട്രിയറ്റിലുള്ളത്? അത് സിനിമ പൂർണ്ണമായിട്ട് കാണുമ്പോഴല്ലേ മനസ്സിലാകത്തുള്ളൂ. സിനിമ ട്രെയിലർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് ഒരു സിനിമയുടെ മുഴുവൻ കഥയല്ലല്ലോ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഒരു 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 പ്രത്യേകതരം സാഹചര്യത്തിൽ ഉണ്ടായപ്പെടുന്നൊരു സാധനമാണ്. അപ്പോൾ അത് സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും സിനിമകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തും അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് കണക്റ്റ് ആവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സിനിമ. അത് ചിലപ്പോൾ ഞാനൊരു പടം കുറച്ചുകൂടെ ഇൻഡി സ്പേസിലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ചുകൂടെ കമേഴ്ഷ്യൽ സ്പേസിലായിരിക്കും ചെയ്യുന്നത്. മാറി മാറി ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതേപോലെ ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് തൊട്ട് മലയാളികൾ ഏറ്റവും കൂടെ എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ ഓരോ പോസ്റ്ററുകൾ വരുമ്പോഴും ഇതിൻ്റെ ന്യൂസുകൾ കാണുമ്പോഴും എല്ലാം എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? മമ്മൂക്കയും ലാലേട്ടനും ഫേസ് ടു ഫേസ് ഉള്ള സിനിമയായിരിക്കുമോ, അല്ലെങ്കിൽ ഒരുമിച്ച് എങ്ങനത്തെ ഒരു കഥാപാത്രമായിരിക്കാം? അതുമാത്രമല്ല, ഇത്രയും മലയാളത്തിൽ 2020 ശേഷം ഇത്രയും മൾട്ടി സ്റ്റാർസ് ഒരുമിക്കുന്ന ഒരു വലിയൊരു ചിത്രം കൂടിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒരുപാട് ഹൈ ആണ് ഓൾറെഡി. അപ്പോൾ ഓരോ കഥാപാത്രത്തിനും ആ സ്ക്രീൻ സ്പേസ് എത്രത്തോളം ഉണ്ടാവും എന്നൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് കഥ മുഴുവനായതിനു ശേഷമാണ് ആക്ടേഴ്സിലെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അവരവർക്ക് ചെയ്യാനുള്ള പാർട്ടുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലോട്ട് ഡ്രിവൺ കഥയ്ക്കകത്ത് എല്ലാവർക്കും താരങ്ങളായിട്ടല്ല, കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും വന്നിരിക്കുന്നത്. അല്ലാതെ ആരും ഇങ്ങനൊരു ഓൺസെമ്പിൾ ചെയ്തേക്കാം, നമ്മളിങ്ങനെ ഒരു താരനിബിഡമായ ഒരു സിനിമ ചെയ്തേക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഇനിയുള്ള കാലത്ത് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ അങ്ങനെ സിനിമ ഉണ്ടാകുന്നു. സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് അത് എന്താ പറയുന്നത്, ആക്ടേഴ്സിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്.